Hello, ladies and gentlemen. Welcome back to Motor Melur Radio. This is Ford Territory. ഫോർഡിൻ്റെ മിഡിൽ ഈസ്റ്റിലൊക്കെ ഏറ്റവും ടോപ്പ് സെല്ലിംഗ് ആയിട്ടും ഫോർഡിൻ്റെ ഇപ്പം കറണ്ട് ലൈനപ്പിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഫോർഡ് ടെറിട്ടറി. ഇവൻ്റെ സ്വദേശം എന്ന് പറയുന്നത് ചൈനയാണ്. ബട്ട് സ്റ്റിൽ ഫോർഡ് ഇവനെ മറ്റ് ചൈന വണ്ടികളിൽ നിന്നും വളരെ അടിപൊളിയായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ഇവൻ വരുന്നത് ഒരു 1.8 ലിറ്റർ ടർബോ എക്കോ ബൂസ്റ്റ് എഞ്ചിനോടുകൂടി. ആൻഡ് ഇത് കറക്റ്റ് നമ്മുടെ നാട്ടിൽ ഒരു ക്രെറ്റ അങ്ങനത്തെ വണ്ടികളുണ്ടല്ലോ, അതിൻ്റെ ഒരു വലുപ്പമുള്ളൊരു SUV ആണിത്. ആസ് യു ക്യാൻ സി, ഒരു അത്യാവശ്യം നല്ല റോഡ് പ്രസൻസും ആൻഡ് ഡ്രൈവിംഗ് ടൈമിലാണല്ലോ അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളും എല്ലാം തരുന്ന ഒരു അടിപൊളി വണ്ടിയാണ്. ഇതിൻ്റെ ടൈറ്റാനിയം എന്ന് പറഞ്ഞ മോഡലാണ്. സോ ഇതിൻ്റെ ടോപ്പ് എൻഡ് മോഡലാണ്. നമുക്കിതിൻ്റെ ബൂട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ബൂട്ട് എന്ന് പറയുന്നത് പവർ ടെയിൽ ഗേറ്റാണ്. ആസ് യു ക്യാൻ സി, വണ്ടി ജസ്റ്റ് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ പുറകിന് പോവും. ആൻഡ് അത്യാവശ്യത്തിലേറെ വലുപ്പമുള്ളൊരു ബൂട്ട് സ്പേസ് ഉണ്ട്. ഇതിൻ്റെ അടിയിലൊരു സ്പെയർ വീല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ് ഇതൊരു 5 സീറ്ററാണ്. ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡിൽ, ഇവിടെ പവർ ടെയിൽ ഗേറ്റിന് സ്വിച്ച് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിന് ടോപ്പ് ആൻഡ് തന്നെ ഇതിന് 360 ഡിഗ്രി ക്യാമറ, 19 ഇഞ്ച് വീൽസ് കാര്യങ്ങൾ എല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ഇതിൽ വരുന്നുണ്ട്. നമുക്ക് അകത്തോട്ട് നോക്കാം. സെക്കൻഡ് റോ സീറ്റ് അത്യാവശ്യം ഡീസൻറ്റ് തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നു. അത്യാവശ്യം ഡുവൽ പ്രീമിയം ഫീൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിലൊരു 2 കപ്പ് ഹോൾഡേഴ്സ് വരെ ചെറിയ ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതാണ് എൻ്റെ ബാക്കിലെത്തത്. നമ്മൾ ഫ്രണ്ടിലോട്ട് കയറുമ്പോൾ ദിസ് ഈസ് ദ കോക്പിറ്റ്. ഇത് ഒരൊറ്റ സിംഗിൾ ഡിസ്പ്ലേ ആണ്. ഒരൊറ്റ സിംഗിൾ ഡിസ്പ്ലേ ആണ്. ആക്ച്വലി ഇവിടെ ഡിസ്പ്ലേ ഒന്നും ഇല്ലെങ്കിലും ഇതൊരൊറ്റ ഫ്രെയിമിലാണ്ട് തന്നെ നമുക്കതൊരു വലിയ സിംഗിൾ ഡിസ്പ്ലേ ആയിട്ട് പോകും. ഇതിൻ്റെ സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ, അങ്ങനെ ഒരു പുതിയ വണ്ടികളിൽ നമ്മൾ കണ്ടുവരുന്ന എല്ലാവിധമായ സെറ്റിങ്സും ഉണ്ട് ഇതിൽ. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് ദ കോക്പിറ്റ്. ഇത് ഭയങ്കര സ്റ്റേബിളായിട്ടൊരു വണ്ടിയാണ്. റോഡിലൊക്കെ നമ്മൾ ഓടിക്കുമ്പോഴാണല്ലോ അത്യാവശ്യം ഒരു സഡൻ ഓവർടേക്കിലാണ് നമ്മൾ സാധാരണ ഓട്ടോമാറ്റിക് വണ്ടികളൊക്കെ കണ്ടുവരുന്ന ഒരു റബ്ബർ ബാൻഡ് എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ബാക്ക് ലാഗ് എന്നൊന്നും പറയുന്ന അവസ്ഥയൊന്നും ഇതിൽ മാക്സിമം ഇല്ല. ഈവൻ ദോ ഇത് ഞാൻ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലാണ്, ഇതൊരു 1.8 ലിറ്ററേ ഉള്ളൂ, വിച്ച് ഈസ് ഓക്കെ ഫോർ ദ സ്റ്റാൻഡേർഡ്. പക്ഷേ നമ്മൾ ഇവിടുത്തെ ബാക്കി വണ്ടികളൊക്കെ നോക്കുമ്പോൾ എല്ലാം ഒരു 2 ലിറ്റർ 3 ലിറ്റർ തൊട്ട് 6 ലിറ്റർ വരെയുള്ള വണ്ടികളാണ് നേരത്തിൽ ഓടുന്നത്. പക്ഷേ എന്നാൽ പോലും ഇവന് ബാക്കിയുള്ള വണ്ടികളെ അപേക്ഷിച്ച് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആൻഡ് ഇത് ടോപ്പ് ആൻഡ് തന്നെ ഇവിടെ ചെറിയൊരു വുഡ് ഫിനിഷും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതെനിക്ക് തോന്നുന്നില്ല വുഡ്, ഇത് പ്ലാസ്റ്റിക് തന്നെയാണ്. ഇത് വുഡിൻ്റെ ഒരു ഫിനിഷിങ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഗിയർ ലിവർ എന്ന് പറയുന്ന റോട്ടറി ടൈപ്പ് ഗിയർ ലിവറാണ്. പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ ഡ്രൈവിലോട്. ഇതിൻ്റെ വോളിയം കൺട്രോൾ സ്വിച്ച്. ഇത് ഓട്ടോമാറ്റിക് മറ്റേ റോഡിൽ വണ്ടി ഓഫ് ആവുന്നുണ്ട്. അതായത് നമ്മുടെ ഇൻ്റലിജൻറ്റ് സിലിണ്ടർ ആക്ടിവേഷൻ മോഡ് എന്ന് പറഞ്ഞില്ല, കുറച്ച് നമ്മൾ ഓടിയിട്ട് ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ സിലിണ്ടർ ഡീആക്ടിവേറ്റ് ആണ്. അതിൻ്റെ മോഡൽ സ്വിച്ചസ്. ഇത് പാർക്കിംഗ് ബ്രേക്ക്. ഇത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യാനുള്ള കോള്, മ്യൂസിക് പരിപാടികളൊക്കെ. നല്ലൊരു മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. ടോപ്പ് ആൻഡ് തന്നെ ഒരു സെൻസറുള്ള മറ്റേ ആൻറ്റി ഗ്ലെയർ സെൻസറുള്ള ഒരു റിയർ വ്യൂ മിറർ വരുന്നുണ്ട്. ആൻഡ് ഇതിന് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ഡീസൻ്റ് ആയൊരു സൺറൂഫ് വരുന്നുണ്ട്. നല്ല പനാറോമിക് സൺറൂഫാണ് അങ്ങനത്തെ വരെയുള്ളത്. അത്യാവശ്യം വലിയൊരു സൺറൂഫ് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. ഇതിലെനിക്ക് മെയിനായിട്ട് എനിക്കിതിൻ്റെ ഈ റോട്ടറി ഈ സെറ്റപ്പ് എനിക്കൊരു അത്ര സുഖം തോന്നാത്തൊരു കേസാണ്. പിന്നെ ഇവിടെയുള്ള ഈ വോളിയമിൻ്റെ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ സ്റ്റിക്കുള്ള വണ്ടികൾ, അതായത് മാനുവൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലും മറ്റേ സെലക്ടർ സ്റ്റിക്കുള്ള വണ്ടികൾ പിടിച്ച് നമ്മുടെ കൈ എപ്പോഴും ഇങ്ങനെ വരുള്ളൂ. സോ എനിക്കെപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ പറ്റുന്ന അബദ്ധം എന്ന് വെച്ചാൽ കൈ വെക്കുമ്പോൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി വോളിയം മ്യൂട്ട് ഓടി ഓഫ് ആയി പോകുന്നൊരവസ്ഥ വരാറുണ്ട്. ഇവിടെ ഒരു ചെറിയ കപ്പ് ഹോൾഡേഴ്സും പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു അത്യാവശ്യം വലിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇത് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരണം. റിയറിൽ AC കൺട്രോൾസ്, ACയുടെ വെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വലിയ ഈ പറഞ്ഞ പോലെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ള സാധനങ്ങളൊന്നുമല്ല. പക്ഷേ എല്ലാം അതിൻ്റേതായ ആവശ്യമുള്ള പുതിയ വെഹിക്കിൾസിന് ആവശ്യമുള്ള എല്ലാ വിധமான സെറ്റിങ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ യാ ഗൈസ്, ദാറ്റ്സ് ഇറ്റ്. സീ യു ഇൻ അനദർ വീഡിയോ ആൻഡ് ബൈ.